ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ്. ഇത് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ ട്രിവാൻഡ്രം സൈഡിൽ ചെറുപയർ കറി അത്ര യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിലൊക്കെ ചെറുപയർ പുഴുങ്ങിയിട്ട് പപ്പടം അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇത് നല്ല ടേസ്റ്റാണ്, നല്ലൊരു കറിയാണ് പുട്ടിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട്. പഴം ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് പയർ ഞാനൊരു അരമണിക്കൂർ കുതിർത്തു. ഒരു രാത്രി മുഴുവൻ കുതിർത്താൽ എളുപ്പം വെന്ത് കിട്ടും. ഇതിലേക്ക് ഒരു സവാള, അതല്ലെങ്കിൽ ഒരു 4-5 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഇട്ടാൽ മതി. പിന്നെ കറിവേപ്പില, ഒരു 2 ചെറിയ ടൊമാറ്റോ അതല്ലെങ്കിൽ ഒരു വലിയ ടൊമാറ്റോ അങ്ങനെ ഇട്ട് ഒരുമിച്ചാണ് വേവിക്കേണ്ടത്. ഇഞ്ചി കുറച്ചേ ചേർക്കാവുള്ളൂ, ചെറിയ കഷ്ണം. പിന്നെ മഞ്ഞൾപ്പൊടി അര വേണ്ട, കാരണം പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളക് ഇത്രയും ചേർത്തിട്ട് വെള്ളം ചേർത്ത് കുക്കറിൽ വേവിക്കണം. ചെറുപയർ ആയതുകൊണ്ട് കുറച്ച് നേരം വേകേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു 5-6 വിസിൽ കേൾപ്പിക്കുകയാണെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളമെങ്കിലും നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ വറ്റിപ്പോവും. ഇത് വച്ചിട്ട് ഒരു 5-6 വിസിൽ ഞാൻ കേൾപ്പിച്ചു. അപ്പോൾ ഇത് അടിയിൽ നല്ല വെള്ളം വറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉടച്ചിട്ട് അതിൽ തിളച്ച വെള്ളം, ചൂടുവെള്ളം അതല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഒരു കണക്കിന് നമുക്ക് എത്ര കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഒരു കറി വേണ്ടതെന്ന് വെച്ചാൽ ആ കണക്കിന് നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കണക്കിന് ആക്കി വയ്ക്കണം. എന്നാൽ കടുക് വറുത്തിടുമ്പോൾ നമുക്ക് ഉടനെ ഓഫ് ചെയ്യേണ്ടതാണ്. കൂടുതൽ പിന്നെ തിളപ്പിക്കില്ല. പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക്, പിന്നെ ഒരു കുറച്ച് ജീരകം, പിന്നെ 2-3 വറ്റൽമുളക്, പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളി, അതല്ലെങ്കിൽ ഒരു ചെറിയ സവാള, ഇത്രയും കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കറിവേപ്പിലയും ഇട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ശകലം മുളക് പൊടി ഒരു ചെറിയൊരു മണം വരാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ കറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു 2 മിനിറ്റ് തിളച്ചാൽ മതി. ഉപ്പൊക്കെ നോക്കിയിട്ട് അതങ്ങ് ഓഫ് ചെയ്യണം സ്റ്റൗ. അപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതിപ്പോൾ പുട്ടിൽ ഞാൻ ക്യാരറ്റ് ഇട്ടുണ്ടാക്കിയ പുട്ടാണ്. മഞ്ഞ കളർ കണ്ട് പേടിക്കേണ്ട. ഇത് ക്യാരറ്റ് അടിയിൽ മുകളിലിട്ട് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.